യുടെ കിഴക്കൻ മേഖലകളിൽ കനത്ത മഴ. കിഴക്കൻ മേഖലയിലെ തോക്കാ റോഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് വൈകുന്നേരത്തോടെ ശക്തമായ മഴ കിട്ടിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം രൂപപ്പെട്ട കാർമേഘങ്ങളെ തുടർന്നാണ് കിഴക്കൻ മേഖലകളിൽ കനത്ത മഴ പെയ്തത്. UAE സ്റ്റോം സെന്റർ മഴയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ബുധനാഴ്ച പുലർച്ചെ അൽദഫ്ര മേഖലയിലെ ബദദഫാസിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയായ 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച ഭൂപടത്തിൽ കിഴക്കൻ മേഖലകളെ ഓറഞ്ച് അലർട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപായ സാധ്യതയുള്ള കാലാവസ്ഥയാണിതെന്ന സൂചനയാണിത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷവും കിഴക്കൻ തെക്കൻ മേഖലകളിൽ കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റ് പടിഞ്ഞാറൻ മേഖലകളിൽ കനത്ത പൊടിക്കാറ്റിന് കാരണമാകും. ഇത് റോഡിലെ കാഴ്ചാപരിധി വലിയ തോതിൽ കുറയ്ക്കും. അതിനാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം വാഹനങ്ങളുമായി പുറത്തിറങ്ങണമെന്നും ഹെഡ്ലൈറ്റുകൾ തെളിയിച്ച് അതീവ ശ്രദ്ധയോടെ മാത്രം വാഹനമോടിക്കണമെന്നും ട്രാഫിക് അധികൃതർ ഡ്രൈവർമാർക്ക് കർശന നിർദ്ദേശം നൽകി. അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും വരും ദിവസങ്ങളിൽ തിരമാലകൾ ശക്തമാകാൻ സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണം. വെള്ളിയാഴ്ച രാത്രിയോടെ അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുകയും ശനിയാഴ്ച പുലർച്ചെയോടെ തീരദേശ ഉൾനാടൻ മേഖലകളിൽ കനത്ത മൂടൽമഞ്ഞ് രൂപപ്പെടുകയും ചെയ്യും. ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ വരുന്ന അറിയിപ്പുകൾ മാത്രം ജനങ്ങൾ വിശ്വസിക്കണമെന്നും സോഷ്യൽ മീഡിയ വഴിയുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം അഭ്യർത്ഥിച്ചു. റിപ്പോർട്ടർ, ദുബായ്.